ക്രിസ്മസ് എക്സാമിന് ടൈം ടേബിൾ ഒന്നും ഇതുവരെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഇതുവരെ ഒരു പുസ്തകം ഞാൻ തുറന്നു പോലും നോക്കിയിട്ടില്ല, ഇതുവരെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഒന്നും മറിച്ചു പോലും നോക്കിയിട്ടില്ല, ഇതുവരെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യണം, നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഒരു പോയിന്റെങ്കിലും ഒരു വരിയെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഒന്നും പഠിക്കാത്ത ആളുകൾ അവസാനം വരെ ഈ റീൽ കാണുക, നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് ബെനിഫിറ്റ് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ റീൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോ. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് ഒന്നും പഠിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള. ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് നിങ്ങൾക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, ഞാൻ എന്ത് ചെയ്യാം പോർഷൻസ് പറഞ്ഞുതരാം. എന്നിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഓണം എക്സാമിൻ്റെ പോർഷൻസ് ക്വസ്റ്റ്യൻ വരും, ആ ഓണം എക്സാമിൻ്റെ പോർഷൻസ് നിങ്ങൾ തൽക്കാലം സ്കിപ്പ് ചെയ്യുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിച്ചിരിക്കണം. ടീച്ചേഴ്സ് അതിൽ ഒരു മടിയും കാണിക്കില്ല, അവർ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്റ്റായിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറഞ്ഞുതരും. ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നിങ്ങൾ ഒരു പേപ്പറിൽ നോട്ട് ഡൗൺ ചെയ്തിട്ട് ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അതിൽ മാത്സും ഫിസിക്സും പോലെ പ്രോബ്ലംസ് വരുന്ന സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് സെറ്റാക്കുക. ഇനിയുള്ള സമയം നിങ്ങൾ രാവിലെ 2 മണിക്കൂറും രാത്രി 3 മണിക്കൂറും പഠനത്തിനായിട്ട് മാറ്റി വച്ചിരിക്കണം. ഒന്നും പഠിക്കാത്ത കുട്ടികൾ 3 ഇരട്ടി എഫേർട്ട് ഇടേണ്ട സമയമാണ്. അപ്പോൾ രാത്രി 3 മണിക്കൂറും രാവിലെ 2 മണിക്കൂർ നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കണം. എന്തൊക്കെ എക്സ്ക്യൂസ് നിങ്ങൾ പറഞ്ഞാലും എന്തൊക്കെ ഒഴിവ് കഴിവുകൾ പറഞ്ഞാലും ഈ ഒരു സമയം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ രാവിലെ 2 മണിക്കൂർ രാത്രി 3 മണിക്കൂർ നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ 9ാം ക്ലാസ് അതേപോലെ തന്നെ +1 +2 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് PYQs അവൈലബിൾ ആണ്. ആ PYQs നോക്കിയിട്ട് ആ PYQs നന്നായിട്ട് റെഫർ ചെയ്യുക. ഒരു 40 മുതൽ 50% മാർക്ക് വരെ നിങ്ങൾക്ക് PYQ റെഫർ ചെയ്താൽ കിട്ടും. അപ്പോൾ PYQs നന്നായിട്ട് റെഫർ ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റെഫർ ചെയ്തിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുക. ഇനി 10ാം ക്ലാസ് ആണെങ്കിൽ ഓൾറെഡി ഗവൺമെന്റ് SCRTയുടെ വെബ്സൈറ്റിൽ 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ പബ്ലിക് എക്സാമിന് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. അതിൽ ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അത് നന്നായിട്ട് പഠിക്കുക. ഇനി നിങ്ങളുടെ മുന്നിൽ വളരെ കുറച്ച് സമയമുള്ളൂ, ഈ സമയം ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ടില്ലെങ്കിൽ ഞാൻ തോറ്റുപോകും, ഞാൻ പിന്നോട്ടായി പോകും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, നിങ്ങൾ കഷ്ടപ്പെടാൻ ശ്രമിക്കുക, നിങ്ങൾ പണിയെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ രാവെന്നോ പകലോ എന്നോ ഇല്ലാതെ കഷ്ടപ്പെടാൻ തയ്യാറാവുക, പണിയെടുക്കാൻ തയ്യാറാവുക, എഫേർട്ട് ഇടാൻ തയ്യാറാവുക. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനാണ് കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് കൊടുക്കേണ്ടത്. 9 +1 +2 ക്ലാസ്സിലാണെങ്കിൽ PYQസിന് കുറേ കൂടി എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ നോട്ടുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഗൂഗിൾ നിങ്ങൾക്ക് ഇപ്പോൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഹ്യൂമനിസം എന്നുള്ള ചാപ്റ്റർ നോട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ +1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്റർ നോട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിന് നോട്ട് കിട്ടും. അങ്ങനെ ഇൻ്റർനെറ്റിൻ്റെയും ഗൂഗിളിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ തുടങ്ങുക. ഇനി നിങ്ങൾ ഒഴിവ് കഴിവുകൾ പറയരുത്, ഇനി നിങ്ങൾ മടി പിടിച്ചിരിക്കരുത്, ഇനി നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കരുത്. ഇനിയും നിങ്ങളൊരു വസ്തു പഠിക്കുന്നില്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾ അട്ടർ ഫ്ലോപ്പിലേക്കായിരിക്കും പോവുക. ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. സോ പഠിച്ചു തുടങ്ങുക, എഫേർട്ട് ഇട്ട് തുടങ്ങുക.